good morning. Today I am going to take accounting. In the previous class, we discussed about what is accounting, what are the objectives of accounting, what are the functions of accounting, and what are the qualitative characteristics of accounting. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? In this class, we discussed about basic terms in accounting. അതായത് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ചില ബേസിക് ടേമുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, അസറ്റ്സ്. അസറ്റ്സ് ആർ ദ മെറ്റീരിയൽ തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ്. അതായത് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ സ്വന്തമായിട്ടുള്ള ആസ്തികളെ നമ്മൾ പറയുന്ന പേരാണ് അസറ്റ്. ദ മെറ്റീരിയൽ ഓർ തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ സ്വന്തം വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് അസറ്റ്സ്. അസറ്റ്സ് ആർ ദ മെറ്റീരിയൽ തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ സ്വന്തമായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് അസറ്റ്. ദെൻ അസറ്റ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു. അസറ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫിക്സഡ് അസറ്റ്, സെക്കൻഡ് വൺ കറണ്ട് അസറ്റ്. ഓക്കെ, എന്താണ് ഫിക്സഡ് അസറ്റ്? ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ടുള്ള അസറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിലുണ്ടാകുന്ന ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി, ഇതൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റാണ്. അതായത് ഒരുപാട് കാലം നിലനിൽക്കുന്ന അസറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. ദെൻ സെക്കൻഡ് വൺ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയറിൽ ബിസിനസ്സിലുണ്ടാകുന്ന അസറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് കറണ്ട് അസറ്റ്. അതായത് ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന അസറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് കറണ്ട് അസറ്റ്. ദെൻ കറണ്ട് അസറ്റിൻ്റെ എക്സാമ്പിളുകളാണ് ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ്, എക്സെട്ര. എഗെയിൻ ഫിക്സഡ് അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4. ഫിക്സഡ് അസറ്റ് നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ടാഞ്ചിബിൾ അസറ്റ്, സെക്കൻഡ് വൺ ഇൻടാഞ്ചിബിൾ അസറ്റ്, തേർഡ് വൺ വാസ്റ്റിംഗ് അസറ്റ്, ഫോർത്ത് വൺ ഫിക്റ്റീഷ്യസ് അസറ്റ്. ദെൻ എന്താണ് ടാഞ്ചിബിൾ അസറ്റ്? എന്താണ് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ചബിൾ അല്ലേ? അതായത് നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന അസറ്റുകളെ, അതായത് നമുക്ക് ടച്ച് ചെയ്യാനും അതുപോലെ കാണാനും പറ്റുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ടാഞ്ചിബിൾ അസറ്റ്. അതായത് ഇറ്റ് ഈസ് ടച്ചബിൾ ആൻഡ് സീൻ. കാണാനും തൊടാനും പറ്റുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് ടാഞ്ചിബിൾ അസറ്റ്. എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി, എക്സെട്ര. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ അസറ്റ് വിച്ച് കനോട്ട് ടച്ച് ആൻഡ് സീൻ. നമുക്ക് കാണാനും തൊടാനും പറ്റാത്ത അസറ്റുകളെ പറയുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് എക്സാമ്പിൾ കോപ്പിറൈറ്റ്, പാറ്റൻറ്റ്, എക്സെട്ര. ദെൻ നെക്സ്റ്റ് വൺ വാസ്റ്റിംഗ് അസറ്റ്. എന്താണ് വാസ്റ്റിംഗ്? വാസ്റ്റിംഗ് മീൻസ് കുഴിച്ചെടുക്കുക. അതായത് ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് വാസ്റ്റിംഗ് അസറ്റ്. എക്സാമ്പിൾ മൈൻസ്, കോറീസ്, എക്സെട്ര. ദെൻ ലാസ്റ്റ് വൺ ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം അസറ്റുകൾക്ക് റിയൽ ആയിട്ട് വാല്യൂ ഇല്ല, പക്ഷെ നമ്മൾ ചില സർക്കിംസ്റ്റൻസസിൽ അത്തരം അസറ്റുകളെ, അത്തരം വസ്തുക്കളെ നമ്മൾ അസറ്റായിട്ട് പരിഗണിക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ചില ടെക്നിക്കൽ റീസൺ കാരണം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഹാവ് നോ റിയൽ വാല്യൂ. എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻസ്, അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. വൺസ് അഗൈൻ അസറ്റ്. അസറ്റ് മീൻസ് ദ മെറ്റീരിയൽ തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ്. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് അസറ്റ്സ്. അസറ്റ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ലോങ് ടേം അസറ്റ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? ഷോർട്ട് ടേം അസറ്റ്. ദെൻ ഫിക്സഡ് അസറ്റിൻ്റെ എക്സാമ്പിളുകൾ ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി. അതായത് ലോങ് ഡ്യൂറേഷനിൽ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന അസറ്റിനെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. ദെൻ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. അഗെയിൻ ഫിക്സഡ് അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4: ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്,
വാസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. ദെൻ ടാഞ്ചിബിൾ മീൻസ് ടച്ചബിൾ ആൻഡ് സീൻ. എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ് മീൻസ് നോട്ട് ടച്ചബിൾ ആൻഡ് സീൻ. നമുക്ക് കാണാനും തൊടാനും പറ്റാത്ത അസറ്റുകളെ പറയുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. എക്സാമ്പിൾ കോപ്പിറൈറ്റ്, പാറ്റൻറ്റ്, എക്സെട്ര. ദെൻ വാസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിക്കടിയിൽ ഖനനം ചെയ്തെടുക്കുന്ന അസറ്റുകളാണ് വാസ്റ്റിംഗ് അസറ്റ്. മൈൻസ്, ക്വാറീസ്, എക്സെട്ര. ദെൻ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ ബട്ട് ടെക്നിക്കൽ റീസൺ കാരണം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന അസറ്റുകളാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. സെക്കൻഡ് വൺ ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ മീൻസ് ദ മണി ഓർ മണീസ് വർത്ത് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു എ ബിസിനസ്. അതായത് ഒരു ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. അത് ചിലപ്പം ക്യാഷ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റുകളായിട്ടായിരിക്കും ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി ഓർ മണീസ് വർത്ത്, അതായത് പണം അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യമുള്ള വസ്തുക്കൾ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ് ഓണേഴ്സ് ഇക്വിറ്റി. ക്യാപിറ്റലിന് പറയുന്ന മറ്റൊരു പേരാണ് ഓണേഴ്സ് ഇക്വിറ്റി. ദെൻ തേർഡ് വൺ ഡ്രോയിങ്സ്. Drawings means it is the amount of cash or other assets withdrawn by the owner for his personal purpose. അതായത് ബിസിനസ്സിൻ്റെ ഓണർ അയാളുടെ ക്യാപിറ്റലിന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ്? ഒരു ബിസിനസ്സിൻ്റെ ഓണർ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന മണി അല്ലെങ്കിൽ അസറ്റിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ദെൻ നെക്സ്റ്റ് വൺ റവന്യൂ. റവന്യൂ മീൻസ് ദ എമൗണ്ട് ദ ബിസിനസ് ഏൺ ബൈ ഇറ്റ്സ് പ്രോഡക്ട്സ് സെല്ലിംഗ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. എന്താണ് റവന്യൂ? റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ വരുമാനം. എന്താണ് വരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ബിസിനസ് സ്ഥാപനം പ്രോഡക്റ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ലാഭത്തെ നമ്മൾ പറയുന്ന പേരാണ് റവന്യൂ. അതായത് ബിസിനസ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു എമൗണ്ട് കിട്ടും അല്ലേ? ആ കിട്ടുന്ന എമൗണ്ടിൽ ഒരു ഭാഗം എന്താണ്? പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെ കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് റവന്യൂ. ദെൻ നെക്സ്റ്റ് വൺ എക്സ്പെൻസസ്. ദ ടേം എക്സ്പെൻസ് ഡിനോട്ട് ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ. അതായത് ബിസിനസ്സിന് റവന്യൂ ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്? അയാളൊരു നിശ്ചിത എമൗണ്ട് ബിസിനസ്സിലേക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ? അങ്ങനെ അയാൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് റവന്യൂ. അതായത് ബിസിനസ് മാൻ ഉണ്ടാകുന്ന ചിലവ്. ഒരു പ്രോഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബിസിനസ് മാൻ ആദ്യം സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്പെൻസസ്. എക്സ്പെൻസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെൻറ്റ്, വേജസ്, സാലറി. അതായത് വർക്കേഴ്സിന് എന്താണ് സാലറി കൊടുക്കുന്നത്, അതുപോലെ വേജസ് കൊടുക്കുന്നത്, അതുപോലെ അയാളുടെ കെട്ടിടത്തിന് അയാൾ റെൻറ്റ് കൊടുക്കുന്നതൊക്കെ എന്താണ്? എക്സ്പെൻസുകളാണ്. നെക്സ്റ്റ് ഗുഡ്സ്. ഗുഡ്സ് റെഫേഴ്സ് ടു കമ്മോഡിറ്റീസ്, പ്രോഡക്ട്സ്, ആർട്ടിക്കിൾസ് ഓർ തിങ്സ് ഇൻ വിച്ച് എ ട്രേഡർ ഡീൽസ്. എന്താണ് ഗുഡ്സ്? ഒരു ബിസിനസ്മാൻ ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ തിങ്സിനെ ഒക്കെ പറയുന്ന പേരാണ് എന്ത്? ഗുഡ്സ്. അതായത് പെൻ, പെൻസിൽ, അതായത് ഒരു ബിസിനസ്മാൻ ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് ഗുഡ്സ്. നെക്സ്റ്റ് വൺ പർച്ചേസ്. പർച്ചേസസ് മീൻസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബിസിനസ് കൺസേൺ ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ആൻഡ് ആർ മീൻഡ് ഫോർ സെയിൽ ഈസ് ടേംഡ് ആസ് പർച്ചേസ്. അതായത് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്മാൻ സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് പർച്ചേസ്. അത് ചിലപ്പം ക്യാഷ് ആയിരിക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടും ആയിരിക്കാം. ഒരു സാധനം വിൽക്കുന്നതിന് മുന്നേ അയാൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് പർച്ചേസ്. അത് എന്താണ്? ക്യാഷ് ആയിട്ടും ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ മൊത്തത്തിൽ ക്യാഷിനാണ് സാധനങ്ങൾ വാങ്ങിക്കുക. അല്ല, കുറച്ച് അയാൾ എന്താണ് കടമായിട്ടും വാങ്ങിക്കും. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാഷ് പർച്ചേസും ഉണ്ടായിരിക്കാം, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ടായിരിക്കാം. അതായത് ചില ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒന്നിച്ച് ക്യാഷിന് മാത്രമായിരിക്കില്ല ഗുഡ്സ് വാങ്ങിക്കുക. അവരെന്താണ് കുറച്ച് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കും, ബാക്കി എന്താണ് കടം പറഞ്ഞിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ അതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ദെൻ
നെക്സ്റ്റ് വൺ സെയിൽസ്. എന്താണ് സെയിൽസ്? സെയിൽസ് ഈസ് ദ മേജർ റവന്യൂ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താണ്? സെയിൽസാണ്. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഗുഡ്സുകൾ വിറ്റ് കഴിഞ്ഞാൽ ബിസിനസ്സിന് കിട്ടുന്ന വരുമാനമാണ് സെയിൽസ്. ഇറ്റ് ഈസ് ദ മേജർ റവന്യൂ ഓഫ് എ ബിസിനസ്. സെയിൽസ് ക്യാൻ ബി ക്യാഷ് സെയിൽസ് ആൻഡ് ആൾസോ ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസ് ഇതുപോലെ എന്താണ്? ക്യാഷ് സെയിൽസും ഉണ്ടായിരിക്കാം, ക്രെഡിറ്റ് സെയിൽസും ഉണ്ടായിരിക്കാം. മൊത്തം ക്യാഷിന് വിൽക്കണമെന്നില്ല. ചിലപ്പോൾ എന്താണ് 1-2 മാസത്തേക്ക് കടം പറഞ്ഞിട്ട് ഗുഡ്സ് സെയിൽ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റോക്ക്. The goods lying with a business for sale on any given date are called stock. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഡക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോക്ക്. അത് ഇന്നൊരു ഡേറ്റിനുള്ളിൽ വിൽക്കണം, അല്ലെ? എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം ഗുഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോക്ക്. ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ് as he has received some benefit from the business. അതായത് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ക്യാഷ് കൊടുക്കാനുള്ള ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ക്യാഷ് കൊടുക്കാനുള്ള ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ ക്രെഡിറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്തായിരിക്കും? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനം ക്യാഷ് കൊടുക്കാനുള്ള ആളുകളെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്, അതായത് ബിസിനസ്സിൻ്റെ കടക്കാരൻ. എ ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു ഹും ദ ബിസിനസ് ഓസ് മണി ആസ് ഹി ഹാസ് ഗിവൺ സം ബെനിഫിറ്റ് ടു ദ ബിസിനസ്. അതായത് ബിസിനസ് സ്ഥാപനം ആർക്കാണോ ക്യാഷ് കൊടുക്കാനുള്ളത് അത്തരം ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും മാറിപ്പോവരുത്. ക്രെഡിറ്റേഴ്സ് മീൻസ് കടക്കാരൻ, അതായത് ബിസിനസ്സിൻ്റെ കടക്കാരൻ. ബിസിനസ് കടം കൊടുക്കാനുള്ള ആളെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. ദെൻ ലയബിലിറ്റി. ലയബിലിറ്റി മീൻസ് ബിസിനസ്സിൻ്റെ ബാധ്യതകൾ. എന്താണ് ബിസിനസ്സിൻ്റെ ബാധ്യതകൾ? നമ്മൾ അസറ്റ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് ബിസിനസ്സിൻ്റെ അസറ്റ്? ബിസിനസ്സിൻ്റെ സ്വന്തം വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് ബിസിനസ്സിൻ്റെ അസറ്റ്. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിസിനസ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ക്യാഷ് ബോറോ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അസറ്റുകൾ കടത്തിന് ബോറോ ചെയ്യുന്നതായിരിക്കാം. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലയബിലിറ്റീസ്. ബിസിനസ് സ്ഥാപനം ബോറോ ചെയ്തിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റി മീൻസ് ദ ഫേം ബോറോഡ് മണി, അതായത് ബിസിനസ് സ്ഥാപനം ബോറോ ചെയ്തിട്ടുള്ള എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ലയബിലിറ്റി. ലയബിലിറ്റീസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു കറൻറ്റ് ലയബിലിറ്റി ആൻഡ് ലോങ് ടേം ലയബിലിറ്റി. കറൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ എന്താണ് സ്ഥാപനം തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടിനെ പറയുന്ന പേരാണ് കറൻറ്റ് ലയബിലിറ്റി. എന്നാൽ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഡ്യൂറേഷനിൽ ബിസിനസ് സ്ഥാപനം തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടിനെ പറയുന്ന പേരാണ് ലോങ് ടേം ലയബിലിറ്റി. ഇനി കറൻറ്റ് ലയബിലിറ്റിക്ക് എക്സാമ്പിളുകളാണ് ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്. ലോങ് ടേം ലയബിലിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് ലയബിലിറ്റി. ഫിക്സഡ് ലയബിലിറ്റിക്ക് എക്സാമ്പിളാണ് ബാങ്ക് ലോൺ, ഡിബഞ്ചേഴ്സ് എക്സെട്ര. ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ടേംസിനെ കുറിച്ചാണ്. ബേസിക് ടേമിൽ ഫസ്റ്റ് വൺ അസറ്റ്, സെക്കൻഡ് വൺ ക്യാപിറ്റൽ, തേർഡ് വൺ ഡ്രോയിങ്സ്, ഫോർത്ത് വൺ റവന്യൂ, ഫിഫ്ത്ത് വൺ എക്സ്പെൻസസ്, ദെൻ ഗുഡ്സ്, സെവൻത്ത് വൺ പർച്ചേസ്, എയ്ത്ത് വൺ സെയിൽസ്, നയൻത്ത് വൺ സ്റ്റോക്ക്, ദെൻ ക്രെഡിറ്റേഴ്സ്, ലാസ്റ്റ് വൺ ലയബിലിറ്റീസ്. ഇത്രയും ടേംസ് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. ഈ ടേംസൊക്കെ വെച്ചിട്ടാണ് നമ്മളെ അക്കൗണ്ടൻസിയിൽ ജേണൽ എൻട്രി ഒക്കെ എഴുതുക. അതായത് നമ്മളെ അക്കൗണ്ടൻസിയിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതിന് മെയിനായിട്ട് ആവശ്യമുള്ള ടേമുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്.